Honeysuckle textbook in English for class 6 NCERT syllabus. Home, a house, a home. Honeysuckle textbook in English for class 6 NCERT syllabus. Home, a house, a home, written by Lorraine M. Hully. A house, a home. What is the difference between a house and a home? എന്തായിരിക്കും ഒരു വീടിൻ്റെ ഇതിൽ മലയാളത്തിലാണ് ഇതിന് എക്സ്പ്ലനേഷൻസ് തരുന്നത്. ഈ ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് കേരളത്തിലെ CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹൗസ് ആൻഡ് എ ഹോം? നമുക്ക് തന്നെ ചിന്തിക്കാം. ഒരു വീട് നമ്മൾ മലയാളത്തിൽ പറയുമ്പം ഹൗസ് ആയാലും ഹോം ആയാലും വീടെന്നാണ് വരുന്നത്. പക്ഷേ ഹൗസ് ഈസ് എ സ്ട്രക്ചർ, ബിൽഡിംഗ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹൗസ് എന്ന് പറയുന്നത്. അവിടെ ആർക്ക് വേണമെങ്കിലും താമസിക്കാം അല്ലേ. പക്ഷേ ഹോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ടാവും, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും അടങ്ങുന്നവർ സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഹോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഹോം എന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ ഹൗസ്? ഇറ്റ് ഈസ് ബ്രിക്ക് ആൻഡ് സ്റ്റോൺ ആൻഡ് വുഡ് ദറ്റ് ഈസ് ഹാർഡ്, സം വിൻഡോ ഗ്ലാസ് ആൻഡ് പെർഹാപ്സ് എ യാർഡ്. ഇറ്റ് ഈസ് ഈവ്സ് ആൻഡ് ചിമ്നീസ് ആൻഡ് ടൈൽ ഫ്ലോർസ് ആൻഡ് സ്റ്റൂക്കോ ആൻഡ് റൂഫ് ആൻഡ് ലോട്ട്സ് ഓഫ് ഡോർസ്. ഈ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഈ ഒരു പിക്ചറൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഹൗസ്, ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ, അത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് എങ്ങനെയിരിക്കുന്നു? വാട്ട് ഈസ് എ ഹൗസ്? ഇറ്റ് ഈസ് ബ്രിക്ക് ആൻഡ് സ്റ്റോൺ ആൻഡ് വുഡ് ദാറ്റ് ഈസ് ഹാർഡ്. ആ വീട് കെട്ടിയിരിക്കുന്ന ബ്രിക്സ്, സ്റ്റോൺസ്, വുഡ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഹാർഡ്. വളരെ കട്ടിയുള്ള ഭയങ്കര അൺബ്രേക്കബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഈ വീട് കെട്ടിയിരിക്കുന്നത്. വാട്ട് ഈസ് എ ഹൗസ്? It is brick and stone and wood that is hard. Some window glass and perhaps a yard. നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാണും? വിൻഡോസ് ഉണ്ടാവും, ഡോർസ് ഉണ്ടാവും അല്ലേ. യാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടപ്പാത പോലെയുള്ള സ്ഥലങ്ങളുണ്ടാവും. ഇറ്റ് ഈസ് ഈവ്സ് ആൻഡ് ചിമ്നീസ് ആൻഡ് ടൈൽ ഫ്ലോർസ്. ഈവ്സ് ആൻഡ് ചിമ്നീസ്, എല്ലാ വീടുകൾക്കും ചിമ്നീസ് ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെ കുഴലുകളൊക്കെ ഉണ്ടായിരിക്കും. ചെരിഞ്ഞ പ്രദേശങ്ങൾ, ആ കെട്ടിടത്തിന് ഒരു ചെരിവുകൾ ഉണ്ടായിരിക്കാം. ടൈൽ ഫ്ലോർ ഉണ്ടായിരിക്കാം. ആൻഡ് സ്റ്റൂക്കോ ആൻഡ് റൂഫ്, അത് കുമ്മായം പൂശിയിട്ടുള്ള റൂഫുകൾ ഉണ്ടാവാം. ആൻഡ് ലോട്ട്സ് ഓഫ് ഡോർസ്, ധാരാളം ഡോറുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ വാട്ട് ഈസ് എ ഹൗസ്? ഇറ്റ് ഈസ് എ ബ്രിക്ക് ആൻഡ് സ്റ്റോൺ ആൻഡ് വുഡ് ദറ്റ് ഈസ് ഹാർഡ്, സം വിൻഡോ ഗ്ലാസ് ആൻഡ് പെർഹാപ്സ് എ യാർഡ്. ഇറ്റ്സ് ഈവ്സ് ആൻഡ് ചിമ്നീസ് ആൻഡ് ടൈൽ ഫ്ലോർസ് ആൻഡ് സ്റ്റൂക്കോ ആൻഡ് റൂഫ് ആൻഡ് ലോട്ട്സ് ഓഫ് ഡോർസ്. ഇതൊരു ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. And then what is a home? It is loving and family and doing for others. It is brothers and sisters and fathers and mothers. It is unselfish acts and kindly sharing and showing your loved ones you are always caring. What is a home? It is loving and family. There is love. There is a family. അവിടെ ഒരു ഫാമിലി ഉണ്ടായിരിക്കും. ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഡോട്ടേഴ്സ് ആൻഡ് സൺസ് അല്ലേ. ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു ഫാമിലി അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ഡൂയിങ് ഫോർ അതേഴ്സ്, അച്ഛനും അമ്മയും മക്കളും എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ഷെയർ ചെയ്ത് ജീവിക്കുന്നതാണ് ഫാമിലി. ഇറ്റ് ഈസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. ഇറ്റ് ഈസ് അൺസെൽഫിഷ് ആക്ട്സ്, അവിടെ സ്വാർത്ഥതയില്ല, പരസ്പര സ്നേഹത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധുക്കളാണെല്ലാം അല്ലേ. അച്ഛനും അമ്മയും മക്കളും എല്ലാം തമ്മിൽ രക്തബന്ധത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആൻഡ് കൈൻഡ്ലി ഷെയറിങ്, അവിടെ ഒരു ഷെയറിങ് ഉണ്ട്. ആൻഡ് ഷോയിങ് യുവർ ലവ്ഡ് വൺസ് യു ആർ ഓൾവേസ് കെയറിങ്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? നിങ്ങൾ ഈ രണ്ട് സ്റ്റാൻസുകൾ നോക്കുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് വീടില്ലാതെ അല്ലെങ്കിൽ ഒരു ഹൗസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. എവരിവൺ നീഡ്സ് എ ഹൗസ് ടു ലീവ്. ഇറ്റ് മേ ബി ദ റിസൾട്ട് ഓഫ് വൺസ് ഹാർഡ് ലേബർ. വിത്തൗട്ട് വുഡ് ആൻഡ് സ്റ്റോൺ വൺ കുഡ് നോട്ട് ബിൽഡ് എ ഹൗസ്. After building a house, one could live there or he could let it for others to live. അപ്പോൾ ഒരു വീട് കെട്ടണമെങ്കിൽ ഒരാളുടെ ഒരു ഹാർഡ് ലേബർ കൊണ്ടാണ് അല്ലേ. അതിനകത്ത് നമുക്ക് വുഡ് വേണം, സ്റ്റോൺ വേണം, ബ്രിക്ക് വേണം, ഇതെല്ലാം ഹാർഡായിരിക്കും. പക്ഷേ ഈ വീട് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അയാൾക്ക് അവിടെ താമസിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ആർക്കെങ്കിലും വേണ്ടി അത് റെൻറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴാണ് ഇതൊരു ഹോമായിട്ടത് മാറുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം.
When one starts his life with his wife and children, it becomes a home. The loving deed, unselfish activities, kindly sharing, the care, make the house a home of love. അപ്പോൾ നമുക്കിവിടെ തന്നെ പറയുന്നുണ്ടല്ലേ, ഡൂയിങ് ഫോർ അതേഴ്സ്, unselfish acts, kindly sharing, showing, loved ones you are always caring. എപ്പോഴാണ് അതൊരു വീടായിട്ട് മാറുന്നത്? when it becomes a വീടായിട്ട് മാറുന്നത് എപ്പോഴാണ്? when one starts his life with his wife and children, it becomes a home. The loving deed, unselfish activities, kindly sharing and care make the house a home of love. There is a bond of unity and love in the home. അവിടെ എന്തുണ്ടായിരിക്കും? ഒരു യൂണിറ്റി ഓഫ് ലവും ഒരു കെയറിങ്ങും ഷെയറിങ്ങും അവിടെ ഉണ്ടായിരിക്കും. ടേൺ ദ പേജ്, വർക്കിംഗ് വിത്ത് ദ പോം. Do you agree with what the poet says? Talk to your partner and complete these sentences. അതായത് ഇപ്പം നിങ്ങളോട് പറഞ്ഞൊരു ഹൗസും ഒരു ഹോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇവിടെ ആ പോയറ്റ് ലൊറൈൻ ഹള്ളി നമ്മളോട് പറഞ്ഞു തന്നു. അത് കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? നിങ്ങൾക്കത് എഗ്രി ചെയ്യാൻ പറ്റുന്നു. എ ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്സ്, സ്റ്റോൺസ് ആൻഡ് വുഡ്. ഇറ്റ് ഹാസ് വിൻഡോസ്, ഡോർസ് ആൻഡ് ചിമ്മിനീസ്. എ ഹോം ഈസ് മെയ്ഡ് ബൈ ലവ്ഡ് വൺസ് വിത്തിൻ ദ ഫാമിലി. It has fathers, mothers, brothers and sisters. Now complete these sentences about your house and home. My house is not too big or too small. It is the result of my parents' hard work. Okay? ഒരു ജനറൽ വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മൈ ഹൗസ് ഈസ് നോട്ട് ടു ബിഗ് ഓർ ടു സ്മോൾ. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് മൈ പേരൻസ് ഹാർഡ് വർക്ക്. അല്ലേ, ഒരു വീട് എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്ക് ജീവിക്കാനായിട്ട് കിട്ടുന്ന ഒരു ഷെൽട്ടറാണത്. ദ ബെസ്റ്റ് തിങ് അബൌട്ട് മൈ ഹോം, മൈ ലവിങ് പേരൻസ് ആൻഡ് സിബ്ലിങ്സ്. അല്ലേ, മൈ പേരൻസ് ഹാർഡ് വർക്ക്, അവിടെ ആരുണ്ട്? ദ ബെസ്റ്റ് തിങ് ഈസ് അബൌട്ട് മൈ ഹോം ഈസ്, ആ ഹോം ഈസ് മൈ ലവിങ് പേരൻസ് ആൻഡ് സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് വെച്ചാൽ സഹോദരങ്ങൾ. വി ഷെയർ എവറിത്തിങ് ആൻഡ് ലീവ് വിത്ത് ദ ബോണ്ട് ഓഫ് ലവ് ആൻഡ് കെയർ അണ്ടർ എ റൂഫ്. അപ്പം ഈ അച്ഛനും അമ്മയും ഈ സഹോദരങ്ങളും എല്ലാം എവിടെയാണ് ജീവിക്കുന്നത്? വി ഷെയർ എവറിത്തിങ്, ഞങ്ങളെല്ലാം പങ്കുവെക്കുന്നു. ആൻഡ് ലീവ് വിത്ത് ദ ബോണ്ട് ഓഫ് ലവ് ആൻഡ് കെയർ അണ്ടർ എ റൂഫ്, ഒരു മേൽക്കൂരയ്ക്ക് കീഴെ ഞങ്ങൾ താമസിക്കും. അവർ ടുഗദർനെസ് മേക്ക് മൈ ഹോം എ വണ്ടർഫുൾ പ്ലേസ്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ ഈ ഹൗസിനെ ഒരു ഹോമാക്കി മാറ്റുന്നത്. I hope all of you like this poem. Thank you.